വെറും 4 വയസ്സുള്ള കടുത്ത ദാരിദ്ര്യവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ദുരിതം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു മെസ്സിയുടേത്. കുടുംബം നൽകിയ നിരുപാധികമായ പിന്തുണയും ത്യാഗങ്ങളുമാണ് അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാക്കി മാറ്റിയത്. 11-ാം വയസ്സിൽ മെസ്സിക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി സ്ഥിരീകരിച്ചു. അക്കാലത്ത് പ്രതിമാസം $900 വരുന്ന ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാൻ ഒരു സ്റ്റീൽ ഫാക്ടറി ജീവനക്കാരനായ പിതാവ് ഹെർഹെ മെസ്സി കഠിനമായി അധ്വാനിച്ചു. ഒടുവിൽ മെസ്സിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ ബാഴ്സലോണ ക്ലബ്ബ് തയ്യാറായതോടെ ഒരു പുതുചരിത്രം പിറന്നു. ബാഴ്സലോണയിൽ കരാർ ലഭിച്ചപ്പോൾ മെസ്സിക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. 13-കാരനായ മെസ്സിയുടെ കരിയറിന് വേണ്ടി അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബവും അർജന്റീനയിൽ തങ്ങളുടെ വീടും സുഹൃത്തുക്കളും ഉപേക്ഷിച്ച് സ്പെയിനിലേക്ക് താമസം മാറ്റി. മെസ്സി ഒരു പ്രൊഫഷണൽ താരമായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പുറത്തുനിന്നുള്ള ഏജന്റുമാരെ കുടുംബം അനുവദിച്ചില്ല. പിതാവ് ഹോർഹെ മെസ്സി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഏജന്റായി സാമ്പത്തിക കരാർ കാര്യങ്ങൾ നോക്കുന്നു. സഹോദരന്മാരായ റോഡ്രിഗോയും മാറ്റിയാസും ബ്രാൻഡ് മാനേജ്മെന്റും ചാരിറ്റി പ്രവർത്തനങ്ങളും നോക്കുമ്പോൾ സഹോദരി മരിയ സോൾ മെസ്സിയുടെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ ചുമതലകൾ വഹിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ മെസ്സിക്ക് കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ചുറ്റും ശക്തമായ ഒരു കോട്ട പോലെ കുടുംബം കാവൽ നിന്നതുകൊണ്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ കായിക താരമായിട്ടും വളരെ ലളിതമായ ജീവിതശൈലിയാണ് മെസ്സി പിന്തുടരുന്നത്. തൻ്റെ സ്വകാര്യ ജീവിതം മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ ഗോസിപ്പുകളിൽ നിന്നും എപ്പോഴും അകറ്റി നിർത്താൻ മെസ്സി ശ്രദ്ധിക്കാറുണ്ട്. കളി കഴിഞ്ഞാൽ നേരെ കുടുംബത്തിലേക്ക് മടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. മറ്റ് പല പ്രമുഖ താരങ്ങളും കളിക്കളത്തിന് പുറത്തെ അച്ചടക്കമില്ലായ്മ കാരണം കരിയർ നശിപ്പിച്ചപ്പോൾ കൃത്യമായ കുടുംബ പശ്ചാത്തലവും അച്ചടക്കവുമാണ് മെസ്സിയെ ഇത്രയും ദീർഘകാലം ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിലനിർത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ടുള്ള ഗോസിപ്പ് വാർത്തകൾ വരുമ്പോഴും കുടുംബം ഒന്നടങ്കം പ്രതിരോധിക്കുകയാണ്. ലയണൽ മെസ്സി വ്യക്തി ജീവിതത്തിൽ തികച്ചും ഇമോഷണലായ വ്യക്തിയാണ്. ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് ശേഷം അദ്ദേഹം കരഞ്ഞത് രോഗബാധിതനായ തന്റെ പിതാവിനെ ഓർത്തായിരുന്നു. അൾജീരിയക്കെതിരെയുള്ള അർജന്റീനയുടെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തകർപ്പൻ ഹാട്രിക് നേടിയ ശേഷമാണ് മെസ്സി കളിക്കളത്തിൽ വെച്ച് വികാരാധീനനായി കണ്ണീർ തുറച്ചത്. മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ ഈ കണ്ണീരിന് ഫുട്ബോളുമായി യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായി ഞാൻ വലിയൊരു മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോയത്. പിതാവ് ഹോർഹെ മെസ്സി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായതായിരുന്നു മെസ്സിയെ വിഷമിപ്പിച്ചത്. മെസ്സിയുടെ ആദ്യത്തെ കോച്ച് കൂടിയാണ് പിതാവ്. ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന ഹോർഹെയാണ് തൻ്റെ മകനിലെ ഫുട്ബോൾ പ്രതിഭയെ ആദ്യം തിരിച്ചറിഞ്ഞത്. മെസ്സി കുട്ടിക്കാലത്ത് കളിച്ച ഗ്രാൻഡോലി എന്ന പ്രാദേശിക ക്ലബിൻ്റെ കോച്ചും പിതാവായിരുന്നു. മെസ്സിക്ക് കുട്ടിക്കാലത്ത് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ബാധിച്ചപ്പോൾ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ ഹോർഹെ വലിയ കടബാധ്യതകൾ വരുത്തിവെച്ചാണ് മകനെ ചികിത്സിച്ചത്. പിന്നീട് ബാഴ്സലോണ ക്ലബ്ബിൽ ട്രയൽസിന് കൊണ്ടുപോയതും അച്ഛനായിരുന്നു. മെസ്സി സ്പെയിനിലേക്ക് മാറിയ ആദ്യ വർഷങ്ങളിൽ അമ്മയും സഹോദരങ്ങളും നാട്ടിലേക്ക് മടങ്ങിയപ്പോഴും അച്ഛൻ മാത്രമാണ് മെസ്സിക്കൊപ്പം സ്പെയിനിൽ തങ്ങിയത്. കരിയറിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ മെസ്സിയുടെ ഒരേ ഒരു ഒഫീഷ്യൽ ഏജന്റും ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നതും അച്ഛൻ ഹോർഹെയാണ്. ഹോർഹെ മെസ്സിക്ക് ഇപ്പോൾ 68 വയസ്സാണ് പ്രായം. എന്നാൽ അദ്ദേഹത്തെ ബാധിച്ച അസുഖം എന്താണെന്ന് കുടുംബം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമായതിനാൽ രഹസ്യമായി സൂക്ഷിക്കാൻ മെസ്സിയുടെ കുടുംബം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ലോകകപ്പ് മത്സരങ്ങൾക്കിടെ ഹോർഹെയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മെസ്സിയുടെ കുടുംബം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹം നിലവിൽ മികച്ച മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും ചികിത്സയോട് നന്നായി പ്രതികരിച്ചുകൊണ്ട് ആരോഗ്യനിലയിൽ നല്ല പുരോഗതി കാണിക്കുന്നുണ്ടെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഹോർഹെ എന്ന രീതിയിൽ അർജന്റീനയിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ മെസ്സിയുടെ കുടുംബം ഇത്തരം സ്വകാര്യമായ കാര്യങ്ങളിൽ ദയവായി അനാവശ്യമായ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മാനുഷിക പരിഗണന നൽകണമെന്നും മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈകാരിക ശക്തി അമ്മയാണെന്നാണ് താരം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരു മാഗ്നറ്റ് ഫാക്ടറിയിലും വീട്ടുജോലിക്കാരിയായി കഷ്ടപ്പെട്ടിരുന്ന അമ്മ സിലിയ കുച്ചിറ്റിനി മകൻ്റെ കരിയറിനായി വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. മെസ്സി തൻ്റെ ഇടതു തോളിൽ അമ്മയുടെ മുഖം ടാറ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും അമ്മയുണ്ടാക്കുന്ന മിലാനേസ എന്ന അർജന്റീനിയൻ വിഭവമാണ് മെസ്സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. ഓരോ വർഷവും ക്രിസ്മസ് ആഘോഷിക്കാൻ മെസ്സി അർജന്റീനയിലെ റൊസാരിയോയിലുള്ള അമ്മയുടെ അരികിലേക്ക് എത്താറുണ്ട്. മെസ്സി തൻ്റെ 8 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോഴെല്ലാം മാതാപിതാക്കൾ ഒപ്പം ഉണ്ടാകാറുണ്ട്. താരം ഒരിക്കൽ പറയുകയുണ്ടായി: ഞാനിന്ന് ആരാണോ അതിന് കാരണം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു നൽകിയ ജീവിത മൂല്യങ്ങളാണ്. ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ വന്ന വഴി മറക്കുന്നയാളല്ല അദ്ദേഹവും സഹോദരങ്ങളും തമ്മിൽ ഇപ്പോഴും ഊഷ്മളമായ ബന്ധമുണ്ട്. മെസ്സിക്ക് 3 സഹോദരങ്ങളാണ്. 2 മൂത്ത സഹോദരന്മാരും ഒരു ഇളയ അനിയത്തിയും. അവരുമായി ഇപ്പോഴും വളരെ ആഴമേറിയതും ഹൃദ്യമായ ബന്ധമാണ് മെസ്സി കാത്തു സൂക്ഷിക്കുന്നത്. മെസ്സിയുടെ കരിയറും ബിസിനസ്സും നിയന്ത്രിക്കുന്നതിൽ ഈ സഹോദരങ്ങൾക്കെല്ലാം വലിയ പങ്കുണ്ട്. റോഡ്രിഗോ മെസ്സി എന്ന മൂത്ത സഹോദരൻ മെസ്സിയുടെ ദൈനംദിന ഷെഡ്യൂളുകൾ, പബ്ലിസിറ്റി, മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ലിയോ മെസ്സി മാനേജ്മെന്റ് എന്ന കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. കൂടാതെ സ്വന്തമായ ഒരു സ്പോർട്സ് ഏജൻസിയും അദ്ദേഹം നടത്തുന്നുണ്ട്. കുട്ടിക്കാലത്ത് മെസ്സിക്കൊപ്പം റൊസാരിയോയിലെ തെരുവുകളിൽ ഫുട്ബോൾ കളിച്ച് വളർന്നയാളാണ് റോഡ്രിഗോ.
ഒരു വേള അയാൾ മെസ്സിയേക്കാൾ മികച്ച കളിക്കാരനായി പോലും അറിയപ്പെട്ടിരുന്നു. മെസ്സിയുടെ കരിയറിലെ പ്രധാന ബിസിനസ് പങ്കാളിയായ അദ്ദേഹം മിക്ക മത്സരങ്ങളിലും ഗാലറിയിൽ മെസ്സിക്ക് പിന്തുണയുമായി ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ സഹോദരൻ മാറ്റിയാസ് മെസ്സിയുടെ ജീവകാരുണ്യ സംഘടനയായ ലിയോ മെസ്സി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. മെസ്സിയുടെ ചില വ്യക്തിഗത ബിസിനസ്സുകളുടെ മേൽനോട്ടവും ഇദ്ദേഹത്തിനുണ്ട്. മെസ്സിയുടെ ഏറ്റവും വലിയ ആരാധകരിൽ ഒരാൾ കൂടിയാണ് മാറ്റിയാസ്. തന്റെ ഇടത് കൈയിൽ ലയണൽ മെസ്സിയുടെ മുഖം വലിയൊരു ടാറ്റുവായി അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട്. ഇളയ സഹോദരി മരിയ സോൾ മെസ്സിയുടെ ഔദ്യോഗിക ഫാഷൻ ലൈനായ ദി മെസ്സി സ്റ്റോറിന്റെ ബ്രാൻഡ് മാനേജറായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മെസ്സിയുടെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയായ 525 റൊസാരിയോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായും പ്രവർത്തിക്കുന്നു. മെസ്സിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിയാണ് അവൾ. മെസ്സിയുടെ ഭാര്യ അന്തോണെല്ലയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് മരിയ. എല്ലാവർക്കും സ്വന്തമായി കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ആയെങ്കിലും എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കാനും മറ്റ് പ്രധാന കുടുംബ വിശേഷങ്ങൾക്കുമായി അവർ അർജന്റീനയിലെ റൊസാരിയോയിലുള്ള തങ്ങളുടെ പഴയ തറവാട്ട് വീട്ടിൽ ഒത്തുകൂടാറുണ്ട്. മെസ്സി പലപ്പോഴും പറയാറുള്ളത് പോലെ, എനിക്ക് ഫുട്ബോൾ ജീവനാണ്, പക്ഷേ കുടുംബമാണ് എല്ലാത്തിനും മുകളിൽ. ഫുട്ബോൾ ലോകത്തെ പല സൂപ്പർ താരങ്ങളും തങ്ങളുടെ ആഡംബര ജീവിതത്തിന്റെയും കാമുകിമാരുടെയും പേരിൽ വാർത്തകളിൽ നിറയുമ്പോൾ ലയണൽ മെസ്സി തികച്ചും വ്യത്യസ്തനായി ഒരു ഫാമിലി മാനായിട്ടാണ് അറിയപ്പെടുന്നത്. കുട്ടിക്കാലം മുതലുള്ള തന്റെ പ്രണയിനിയെ തന്നെ വിവാഹം കഴിച്ച് വിവാദങ്ങളിൽ നിന്നൊഴിഞ്ഞ് മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് അദ്ദേഹം. മെസ്സിയുടെ ഭാര്യ അന്തോണെല്ല റൊക്കുസോയുടെയും പ്രണയകഥ ഒരു സിനിമാ കഥ പോലെ മനോഹരമാണ്. മെസ്സിക്ക് 9 വയസ്സും അന്തോണെല്ലയ്ക്ക് 8 വയസ്സുള്ളപ്പോഴുമാണ് അവർ ആദ്യമായി കാണുന്നത്. സുഹൃത്തും ഫുട്ബോൾ സഹതാരവുമായിരുന്ന ലൂക്കാസ് സ്കാഗ്ലിയയുടെ കസിൻ ആയിരുന്നു അന്തോണെല്ല. കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ച് പ്ലേ സ്റ്റേഷൻ കളിച്ചുകൊണ്ടിരുന്ന മെസ്സി അവിടെ എത്തിയ അന്തോണെല്ലയെ കണ്ട നിമിഷം തന്നെ പ്രണയത്തിലാവുകയായിരുന്നു. സംസാരിക്കാൻ തുടക്കത്തിൽ ലജ്ജിച്ചു നിന്ന മെസ്സി പിന്നീട് അവർക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി. അതിലൊരു കത്തിൽ മെസ്സി ഇങ്ങനെ കുറിച്ചു: ഒരിക്കൽ നീ എൻ്റെ കാമുകിയാകും, നമ്മൾ ഒന്നിച്ച് ജീവിക്കും. മെസ്സിക്ക് 13 വയസ്സായപ്പോൾ ഫുട്ബോൾ പരിശീലനത്തിനും വളർച്ചാ ഹോർമോണിൻ്റെ കുറവിനുമുള്ള ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് സ്പെയിനിലെ ബാഴ്സലോണയിലേക്ക് താമസം മാറേണ്ടി വന്നു. അതോടെ അവർ തമ്മിൽ വലിയ അകലത്തിലായി. എങ്കിലും ഫോണിലൂടെയും കത്തുകളിലൂടെയും അവർ ബന്ധം നിലനിർത്തി. 2005-ൽ അന്തോണെല്ലയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു കാർ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടു. തകർന്നുപോയ അന്തോണെല്ലയെ ആശ്വസിപ്പിക്കാൻ വിവരമറിഞ്ഞുടൻ മെസ്സി സ്പെയിനിൽ നിന്ന് അർജന്റീനയിലേക്ക് വിമാനം കയറി അവരുടെ അരികിലെത്തി. ആ പ്രയാസഘട്ടത്തിൽ മെസ്സി നൽകിയ മാനസിക പിന്തുണയാണ് അവരുടെ സൗഹൃദത്തെ ആഴമേറിയ പ്രണയമാക്കി മാറ്റിയത്. ഏറെക്കാലം തങ്ങളുടെ ബന്ധം രഹസ്യമായി സൂക്ഷിച്ച അവർ 2009-ലാണ് ഇത് പരസ്യമാക്കിയത്. തുടർന്ന് 2017 ജൂൺ 30-ന് തങ്ങൾ ജനിച്ചു വളർന്ന റൊസാരിയോ നഗരത്തിൽ വെച്ച് അവർ ഔദ്യോഗികമായി വിവാഹിതരായി. നൂറ്റാണ്ടിന്റെ വിവാഹം എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത്. മെസ്സിയും അന്തോണെല്ലയും 2017 ജൂൺ 30-ന് ഔദ്യോഗികമായി വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ വിവാഹ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള അപൂർവ ഭാഗ്യം ഇരുവർക്കും ഉണ്ടായി. വിവാഹ സമയത്ത് മൂത്ത മകൻ തിയാഗോയ്ക്ക് 4 വയസ്സായിരുന്നു പ്രായം. രണ്ടാമത്തെ മകൻ മാറ്റിയോയ്ക്ക് വിവാഹ സമയത്ത് 1 വയസ്സും. മെസ്സി ലോകപ്രശസ്തനാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന കാലം മുതൽ ഒപ്പമുള്ളയാളാണ് അന്തോണെല്ല. 2019-ൽ സ്പാനിഷ് മാധ്യമമായ മാർക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മെസ്സി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അന്തോണെല്ലയോട് എനിക്ക് തോന്നിയത് ആദ്യ കാഴ്ചയിലെ പ്രണയമായിരുന്നു. അവളുടെ വ്യക്തിത്വം, എപ്പോഴും പോസിറ്റീവായി കാര്യങ്ങളെ നേരിടുന്ന രീതി, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ബുദ്ധിശക്തി എന്നിവയെല്ലാം ഞാൻ ആരാധിക്കുന്നു. എൻ്റെ എല്ലാം അവളാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇൻസ്റ്റഗ്രാമിൽ 40 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള അന്തോണെല്ല മെസ്സിയുടെ ഓരോ ജന്മദിനത്തിലും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് മനോഹരമായി എഴുതാറുണ്ട്. മെസ്സിയുടെ 39-ാം ജന്മദിനത്തിൽ അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു പ്രണയത്തിന് ജന്മദിന ആശംസകൾ. നീ എപ്പോഴും സന്തോഷവാനായിരിക്കട്ടെ. ഞങ്ങൾക്ക് ജീവിതത്തിൽ മറ്റൊന്നും ആവശ്യമില്ല, കാരണം ഞങ്ങൾക്ക് നീയുണ്ട്. ഐ ലവ് യു ഇൻഫിനിറ്റ്ലി എന്നായിരുന്നു കുറിച്ചത്. ലയണൽ മെസ്സിയുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് അന്തോണെല്ല റൊക്കുസോ ഒരു ഡെന്റിസ്റ്റ് ആകാൻ പഠിക്കുകയായിരുന്നു. എന്നാൽ മെസ്സിയുടെ കരിയറിന് പിന്തുണ നൽകുന്നതിനായി 19-ാം വയസ്സിൽ അവർ പഠനം പൂർത്തിയാക്കാതെ സ്പെയിനിലേക്ക് മാറി. ഇന്ന് അന്തോണെല്ല ഒരു പ്രമുഖ മോഡലും ബിസിനസ് സംരംഭകയും ഇൻഫ്ലുവൻസറുമാണ്. അഡിഡാസ്, അലോ യോഗ തുടങ്ങിയ ആഗോള ബ്രാൻഡുകളുടെ അംബാസിഡറായും അവർ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ മെസ്സി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിലും അവർ സജീവമാണ്. മറ്റു താരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ രാത്രികാല പാർട്ടികളോ മറ്റു സുഖലോലുപതകളോ മെസ്സിയുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. കളിക്കളത്തിന് പുറത്ത് തൻ്റെ മുഴുവൻ സമയവും ഭാര്യയ്ക്കും 3 മക്കൾക്കും ഒപ്പം ചെലവഴിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. കരിയറിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ വലിയൊരു സ്ത്രീ വിവാദത്തിലോ അച്ചടക്ക ലംഘനത്തിലോ മെസ്സിയുടെ പേര് വന്നിട്ടില്ല. പക്ഷേ ആരെയും വെറുതെ വിടുന്ന പതിവ് നമ്മുടെ മാധ്യമങ്ങൾക്കില്ലല്ലോ. അവർ മെസ്സിയുടെ രഹസ്യ കാമുകിയെ ഈയിടെയും കണ്ടെത്തി. പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് സോഫി മാർട്ടിനസ് ആയിരുന്നു അത്. 2022-ലെ ഖത്തർ ലോകകപ്പ് സമയത്ത് സോഫി മെസ്സിയുമായി നടത്തിയ അഭിമുഖത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. അഭിമുഖത്തിനിടെ മെസ്സി സോഫിയെ നോക്കിയ രീതിയും അവരുടെ സൗഹൃദപരമായ ഇടപെടലുകളെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ ചമച്ചത്. അത് ഇരുവരും നിഷേധിച്ചതോടെ അന്ന് തീർന്നതാണ്. പക്ഷേ ഈ ലോകകപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിലെ ചില ഇൻഫ്ലുവൻസർമാരും ഏതാനും അർജന്റീന, ബ്രസീലിയൻ ഓൺലൈൻ മാധ്യമങ്ങളും ഈ പഴയ ഗോസിപ്പ് കുത്തിപ്പൊക്കി. മെസ്സിയുടെ കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണെന്ന് അവർ ആവർത്തിച്ചു. പിന്നീട് ഇൻസ്റ്റഗ്രാം, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ ഫുട്ബോൾ ഫാൻസ് പേജുകൾ ഈ വാർത്ത ഏറ്റെടുക്കുകയും മെസ്സി സോഫിയെ നോക്കുന്ന പഴയ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് വീണ്ടും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ലോകകപ്പിലെ അർജന്റീന
കോപ്പ് വെർഡെ മത്സരത്തിന് ശേഷം മിക്സഡ് സോണിൽ വെച്ച് മെസ്സിയും സോഫി മാർട്ടിനസും വീണ്ടും കണ്ടുമുട്ടിയിരുന്നു. മെസ്സി തന്റെ പ്രൊഫഷണൽ കടമകളുടെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കാനാണ് മിക്സ്ഡ് സോണിലെത്തിയത്. അർജന്റീനയിലെ പ്രമുഖ ടെലിവിഷൻ ചാനലായ ടെലിഫയ്ക്ക് വേണ്ടി ഈ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു സോഫി മാർട്ടിനസ്. മത്സരശേഷം താരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അഭിമുഖം നൽകുന്ന പൊതുവായ ഇടമാണ് മിക്സ്ഡ് സോൺ. അർജന്റീന കോപ്പ് വെർഡയെ 3-2 പരാജയപ്പെടുത്തി. പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ മത്സരത്തെക്കുറിച്ചുള്ള തന്റെ വിലയിരുത്തലുകൾ പങ്കുവെക്കാനാണ് മെസ്സി സോഫി മാർട്ടിനസ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് വന്നത്. അഭിമുഖത്തിന് മുന്നോടിയായി സോഫിയെ കണ്ടപ്പോൾ മെസ്സി അവരെ കെട്ടിപ്പിടിച്ച് കുശലാന്വേഷണം നടത്തി. തുടർന്ന് ചുറ്റുമുള്ള ക്യാമറകളെ നോക്കി മെസ്സി തമാശയായി പറഞ്ഞു, "ഞാൻ നിന്നെ നോക്കിയാൽ ആളുകൾ എന്തിനാണെന്ന് ചോദിക്കും. ഹലോ പറഞ്ഞാലും ആളുകൾ ചോദ്യം ചെയ്യും. തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രണയ ഗോസിപ്പുകളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ തമാശയാക്കി തള്ളിക്കളയാൻ മെസ്സി ഈ അവസരം ഉപയോഗിക്കുകയായിരുന്നു." സോഫി മാർട്ടിനസ് ഉടൻ തന്നെ ഇതെല്ലാം വെറും കള്ളങ്ങളാണെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കുകയും വിഷയം പരസ്യമായി വ്യക്തമാക്കിയതിന് മെസ്സിക്ക് നന്ദി പറയുകയും ചെയ്തു. ഈ തമാശയ്ക്ക് ശേഷം അവർ സാധാരണ രീതിയിൽ മത്സരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മെസ്സി കളിയിലെ അർജന്റീനയുടെ പിഴവുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. മെസ്സിയുടെ സുഹൃത്തുക്കളും മുൻ സഹതാരങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ വ്യാജ പ്രണയവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. മെസ്സിയുടെ ഭാര്യ അന്തോണെല്ല റൊക്കുസോ ഈ വാർത്തകളോട് വളരെ സഹിഷ്ണുതയോടെയാണ് പ്രതികരിച്ചത്. സോഫി മാർട്ടിനസിന് അന്തോണെല്ല വ്യക്തിപരമായി മെസ്സേജ് അയക്കുകയും ഇത്തരം മണ്ടത്തരങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ടതില്ലെന്നും അത് അവഗണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുവെന്ന് അന്തോണെല്ല സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യൻ എന്നായിരുന്നു മെസ്സി ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ ലോകകപ്പ് കാലം അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിനിൽ കൂടി നടന്ന കാലമായിരുന്നു. അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകളാണ് വലിയ രീതിയിൽ മെസ്സിക്കും അർജന്റീനയ്ക്കുമെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്. ഗാസയിലെ കുട്ടികളുടെ രക്തം മെസ്സിയുടെ കൈകളിലുണ്ടെന്നും മെസ്സി ഇസ്രയേലിന് ദശലക്ഷക്കണക്കിന് രൂപ ഫണ്ട് ചെയ്യുന്നുണ്ടെന്നും ഇസ്രയേൽ കമ്പനികളിൽ താരത്തിന് ഷെയർ ഉണ്ടെന്നുമാണ് പ്രചാരണം. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം വ്യാജ വാർത്തകളായിരുന്നു. ലയണൽ മെസ്സി ഇസ്രയേലിന് $1.5 ദശലക്ഷം ധനസഹായം നൽകി എന്നത് ഒരു പാരഡി വാർത്ത മാത്രമാണ്. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ലേ കോമ്പറ്റീറ്റർ എന്ന ആക്ഷേപഹാസ്യ പാരഡി വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയാണ് മെസ്സിക്ക് വിനയായത്. അർജന്റീന ലോകകപ്പ് റണ്ണേഴ്സപ്പ് ആയപ്പോൾ മെസ്സിക്ക് ലഭിച്ച ബോണസ് തുകയായ €1 മില്യൺ അദ്ദേഹം ഇസ്രയേലിന് നൽകിയെന്നായിരുന്നു ആ പാരഡി വാർത്ത. ഈ വെബ്സൈറ്റ് പാരഡി സൈറ്റ് ആണെന്ന് മനസ്സിലാക്കാതെ ഈജിപ്തിലെ അൾജീരിയയിലെ റിഫ്ലെക്സിയോൺ തുടങ്ങിയ ചില വിദേശ മാധ്യമങ്ങളും ചില ഇറാനിയൻ വാർത്താ ഏജൻസികളും വാർത്ത നൽകി. ഇതോടെയാണ് ഇത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഈ വ്യാജവാർത്ത പരന്നയുടൻ മെസ്സി തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും കോടതിയെ സമീപിക്കുകയും ചെയ്തു. വ്യാജവാർത്ത നൽകിയ സൈറ്റിനെതിരെ മെസ്സി നിയമ നടപടികൾ ആരംഭിച്ചതായി അൽ അറബി പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത നിഷേധിച്ച മെസ്സി അന്ന് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: "ഞാനൊരു യൂണിസെഫ് അംബാസഡറാണ്. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നുവെന്ന ആരോപണം വന്ന ഒരു രാജ്യത്തിനും ഞാൻ പണം നൽകില്ല. എൻ്റെ പണം ആശുപത്രികൾക്കും സ്കൂളുകൾക്കും വിദ്യാഭ്യാസത്തിനുമുള്ളതാണ്. പണമില്ലാത്ത സാധുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവകാരുണ്യം ചെയ്യുന്നത്." കൂടാതെ ആ സമയത്ത് ഗാസയിലെ കുട്ടികൾ നേരിടുന്ന ദുരന്തത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് മെസ്സി തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. ലയണൽ മെസ്സിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രവും പ്രചരിച്ചിരുന്നു. ഇത് വെച്ച് മെസ്സി ഇസ്രായേൽ അനുകൂലിയാക്കാനായിരുന്നു മറ്റൊരു നീക്കം. 2013 പഴയൊരു ചിത്രമാണത്. കൃത്യമായി പറഞ്ഞാൽ 2013 ഓഗസ്റ്റ് 4 എടുത്തതാണ്. മെസ്സി ഉൾപ്പെടുന്ന FC ബാഴ്സലോണ ഫുട്ബോൾ ക്ലബ് ഇസ്രായേലിലും ഫലസ്തീനിലും നടത്തിയ പീസ് ടൂർ എന്ന സമാധാന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിയത്. സന്ദർശന വേളയിൽ ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഒരു കായിക പരിപാടിയിൽ വെച്ചാണ് ബാഴ്സലോണ താരങ്ങൾ നെതന്യാഹുവിനെ കണ്ടത്. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളുമായോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായോ ഈ ചിത്രത്തിന് യാതൊരു ബന്ധവുമില്ല. 13 വർഷത്തോളം പഴക്കമുള്ള ഒരു ആർക്കൈവ് ചിത്രം മാത്രമാണത്. ലയണൽ മെസ്സിക്ക് വ്യക്തമായ രാഷ്ട്രീയ പാർട്ടി ബന്ധങ്ങളോ പരസ്യമായ രാഷ്ട്രീയ നിലപാടുകളോ ഇല്ല. അദ്ദേഹം പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന വ്യക്തിയാണ്. യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറാണ്. കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. മെസ്സിക്ക് ഇസ്രയേലിൽ നിക്ഷേപങ്ങൾ ഉണ്ടെന്നതും കല്ലുവെച്ച നുണയാണ്. മെസ്സിയുടെ പ്രധാന ബിസിനസ് നിക്ഷേപങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്പെയിൻ, അണ്ടോറ എന്നിവിടങ്ങളിലുള്ള MIM ഹോട്ടൽ ശൃംഖല മെസ്സിയുടേതാണ്. ദി മെസ്സി സ്റ്റോർ എന്ന സ്വന്തം പേരിലുള്ള വസ്ത്ര ബ്രാൻഡ്, അമേരിക്കയിൽ ആരംഭിച്ച എനർജി ഡ്രിങ്ക് ബ്രാൻഡ്, സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കിയുള്ള സ്പോർട്സ് ആൻഡ് ടെക്നോളജി നിക്ഷേപ സ്ഥാപനം എന്നിങ്ങനെ ശതകോടികളുടെ ആസ്തി മെസ്സിക്കുണ്ട്. ഇപ്പോൾ അർജന്റീനയിലുള്ളത് ഹാവിയർ മിലൈ നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷ ഗവൺമെന്റാണ്. അവർ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അനുകൂലമായ നിലപാടാണ് എടുക്കാറുള്ളത്. ഇത് ആ ഗവൺമെന്റിന്റെ നിലപാടാണ്, അല്ലാതെ അർജന്റീനൻ ജനതയുടേതല്ല. നരേന്ദ്രമോദിയുടെയും BJPയുടെ നിലപാടാണ് ഇന്ത്യൻ ജനതയ്ക്ക് മൊത്തത്തിലെന്ന് പറയുന്നത് പോലെ ബാലിശമാണ് ഈ നിലപാടെന്ന് വിദ്വേഷ പ്രചാരകർ തിരിച്ചറിയുന്നില്ല. അർജന്റീനയുടെ ഫുട്ബോൾ ടീമിന് അവിടുത്തെ സർക്കാരിൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും മെസ്സിയെ മുൻനിർത്തി ഹെയ്റ്റ് ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. എന്നാൽ മെസ്സി ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല. അയാൾ ഫുട്ബോളുമായി മുന്നോട്ട് പോവുക തന്നെയാണ്.